സോ നമ്മൾ വർക്കലിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു 3-3:30 ആയപ്പോൾ നമ്മൾ വർക്കല ശിവഗിരി സ്റ്റേഷനിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല ചൂടുമുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ റെനോവേഷൻസ് നടക്കുവാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പണികളൊക്കെ നടക്കുന്നത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളെയും പോലെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ ഇറങ്ങിയിട്ട് അതിൻ്റെ പുറത്തുള്ളൊരു കടയിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചു, അതുകൊണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ അതിനുശേഷം ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത കസ്വ എന്ന് പറഞ്ഞ റിസോർട്ടിലോട്ട് പോയി. കസ്വ എന്ന് പറഞ്ഞ റിസോർട്ട് വർക്കല ക്ലിഫിൽ നിന്ന് ഏകദേശം 1-2 മിനിറ്റ് നടക്കാവുന്നതുള്ളൂ. വളരെ അടുത്താണ് ക്ലിഫിൻ്റെ. പക്ഷേ അവിടം വരെ പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് ഒരു 10 മിനിറ്റ് ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. അതിൻ്റെ റൂമിന് പുറമേ ഉള്ള വ്യൂ ഇതാണ്. കുറേ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. സോ അവിടെ ചെന്ന് ഞാൻ റൂമിലെത്തിയപ്പോൾ തന്നെ ഒരു 4 മണിയായിട്ടുണ്ട്. നല്ല വെയിലും അത്യാവശ്യം ക്ഷീണമുള്ളതുകൊണ്ട് റൂമിൽ കയറി ഫ്രഷ് ചെയ്ത് ഒരു 5 മണി വരെ അവിടെ റെസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ക്ലിഫിലോട്ട് പോയത്. അവിടെ നിന്ന് നടന്ന് നേരെ ക്ലിഫിലോട്ട് ചെന്നു. അധികം ദൂരമുള്ള 1 മിനിറ്റൊക്കെ ഉള്ളൂ ആക്ച്വലി നടക്കാൻ വേണ്ടി. അപ്പോൾ ക്ലിഫിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ ഇതാണ്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, താഴെ കുറേ ചുവന്ന പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ലൊരു വ്യൂ തന്നെയാണ് അത്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്കല ക്ലിഫിലെത്തും. റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ട് പോകും. നമ്മളിന്ന് പോകുന്നത് വർക്കല ക്ലിഫിലോട്ടാണ്. ഇതാണ് ആ ക്ലിഫ് എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോസിലേക്ക് കാണുന്ന അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ക്ലിഫിന് താഴെയുള്ള ബീച്ച് അത് ഇതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ ഇറങ്ങണം എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. വർക്കല ക്ലിഫിൽ കൂടി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള കഫേസും ഉണ്ട്. അവിടെ കയറി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അത്യാവശ്യം എല്ലാം ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. മിനിമം 200-300 ഒക്കെയാണ് അവിടെ റേറ്റ് വരുന്നത്. ജസ്റ്റ് മെനു നോക്കിയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് വർക്കല ക്ലിഫിൽ നമ്മൾ നേരത്തെ കണ്ട വർക്കല ക്ലിഫും അതിൻ്റെ ബീച്ചും. അപ്പോൾ ഇവിടെ ഒരുപാട് എസ്തെറ്റിക് കഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഫേയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അവിടെ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് സ്റ്റൈൽ വീഡിയോ എടുക്കുക ഒരു ചടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള വഴി നോക്കി നടക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ ഒരു വഴി കണ്ടത്. നോക്കി ഇറങ്ങി ഇല്ലെങ്കിൽ താഴെ കിടക്കും. അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ്. പക്ഷേ കൊള്ളാം. കുറേ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ ബീച്ചിൽ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ എവിടെയും വേസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് ഈ ബീച്ച് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബീച്ചിലും വർക്കലയിലൊക്കെ ഒരുപാട് വരുന്ന ഞാൻ കണ്ടത് ഫോറിനേഴ്സും അതർ സ്റ്റേറ്റിലെ ആൾക്കാരാണ്. മലയാളികളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാണ്. അപ്പോൾ ഈ വർക്കല ക്ലിഫുകളുടെയും ഇവിടുത്തെ ബീച്ചുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോസ്റ്റൽ തീരത്ത് ഈ ക്ലിഫ് ഫോർമേഷനുള്ള ഏക സ്ഥലം വർക്കലയാണ്. ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, സർഫിംഗ് ഉണ്ട്, വേറെ വാട്ടർ സ്പോർട്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം എക്സ്പെൻസീവ് ആയതുകൊണ്ട് എൻ്റെ ബഡ്ജറ്റ് ട്രിപ്പിലൊന്നും കൊള്ളാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി നിന്നു. നേരത്തെ പറഞ്ഞ ക്ലിഫുകൾ കേരളത്തിൽ ഇവിടെ മാത്രമുള്ളതായതുകൊണ്ട് നാഷണൽ ജിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ചും ഒരു ഏരിയയുമാണ് വർക്കല എന്ന് പറയുന്നത്. വർക്കലയിൽ ബീച്ച് കൾച്ചർ അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു, ഫ്രിസ്ബീസ് എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു, റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോറിനേഴ്സ് നീന്തുന്നുണ്ടായിരുന്നു, സൺബെയ്ത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ബീച്ചുകളെല്ലാം ആക്ച്വലി നല്ല ക്ലീനാണ്. ഞാൻ ഇതിനു മുന്നേ ഗോവയിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ബീച്ചുകളൊന്നും എനിക്കിഷ്ടമില്ല. നല്ല വൃത്തികെട്ട ബീച്ചായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബീച്ചുകളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ്, ഗോവയേക്കാളും കൂടുതൽ ഫോറിനേഴ്സ് ഇവിടെ വരുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു സർഫ് കൾച്ചർ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ബ്ലാക്ക് സാൻഡ് ബീച്ചിലാണ് കൂടുതലും സർഫിങ് നടക്കുന്നത്. അതും രാവിലത്തെ സമയത്താണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ദിവസം അവിടെ പോയി നോക്കാം. ജസ്റ്റ് ഇന്ന് നമ്മൾ വർക്കല ക്ലിഫ് ആൻഡ് ഇവിടുത്തെ ബീച്ചാണ് കവർ ചെയ്യുന്നത്. ഈ യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു സോളോ ട്രിപ്പ് പോയി ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. വ്ളോഗിന് വേണ്ടി മാത്രം ഒരു ട്രാവൽ വ്ളോഗ്. ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനൊപ്പമൊക്കെ പോകുമ്പോൾ ആ യാത്രയിൽ മുഴങ്ങിയിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാറില്ല. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഈ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോകാം.
നമ്മൾ വർക്കല ക്ലിഫ് മൊത്തം നടന്ന് ബീച്ചിലെത്തിയപ്പോൾ ഒരു 5:30-6 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ വർക്കലയുടെ നൈറ്റ് ലൈഫ് ആക്ടിവേറ്റഡ് ആയി. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലിഫിൽ കൂടി വന്നപ്പോൾ കണ്ട കടയെല്ലാം കുറേ കൂടി വർണ്ണപൂരിതമായി ലൈറ്റുകൾ കൊണ്ട്. ഇവിടുത്തെ കഫേസിലെല്ലാം മെയിൻ ഐറ്റം സീ ഫുഡാണെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ബീച്ച് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കഫേസിൻ്റെ ഫ്രണ്ടിലും ഒരുപാട് മീനുകളും വലിയ മീനുകളും ചെമ്മീനും എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ജസ്റ്റ് മെനു എടുത്തപ്പോൾ തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചു. ഓക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കഫേസിലും ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ പാട്ട് കേൾക്കാം. വർക്കല വരെ വന്നതല്ലേ എന്ന് വെച്ചിട്ട് അവിടുത്തെ ഒരു കഫേയിൽ ഞാൻ കയറി. ഡാർജിലിംഗ് എന്നാണ് കഫേയുടെ പേര്. അവിടെ ഞാൻ ഒരു ലെമൺ ഐസ് ടീ വാങ്ങി. പക്ഷേ എനിക്കിത് വലിയ ഇഷ്ടമായില്ല. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ലൈവ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് റൂമിലെത്തി രാത്രിയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തത്. കാരണം അവിടുത്തെ കഫേസിലൊന്നും എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നില്ല. പിന്നെ അവിടെ അടുത്തുള്ള ടൗൺ ഏരിയയിൽ പോയി വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും വണ്ടി ഉണ്ടായില്ല. സോ സൊമാറ്റോ യൂസ് ചെയ്തു. ഒരു 50 മിനിറ്റ് എടുത്തു. ബട്ട് സ്റ്റിൽ ഫുഡ് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്ന് ഉറങ്ങി രാവിലെ എണീറ്റു. ഇന്ന് നമ്മൾ പോകുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ടാണ്. ഇന്നലെ നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോയതെങ്കിൽ ഇന്ന് നമ്മൾ അവിടുന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് ഇന്നത്തെ ലക്ഷ്യം. രാവിലെ 7 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ട് പോയത്. വർക്കലയുടെ മോർണിംഗിലെ ഒരു വൈബ് എന്താണെന്ന് അറിയാൻ വേണ്ടി. വളരെ പീസ്ഫുള്ളാണ്. കാരണം അധികം ആരും എണീറ്റ് വരുന്നേ ഉള്ളൂ എല്ലാം. ഇപ്പോൾ രാവിലെ തന്നെ ആ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്തരം മാലകളൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കൊള്ളാം. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത് വർക്കല ക്ലിഫിൻ്റെ ഏകദേശം അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ട്. അപ്പോൾ കഫേസിൻ്റെ മുന്നിൽ കൂടി ഒരുപാട് ഹോം സ്റ്റേസ് റിസോർട്ടിൻ്റെയൊക്കെ മുന്നിൽ കൂടി അതേപോലെ തന്നെ കഫേസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ട് നടന്ന് പോകാനുള്ള വഴി. അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. അവിടുത്തെ മണലൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയാണ് ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച് പരന്ന് കിടക്കുന്നത്. ആണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. ആ ഒരു ബീച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പരന്ന് കിടക്കുക. ഒരുപാട് പേര് അവിടെ വെള്ളത്തിലിറങ്ങി റീൽസും എടുക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഞാൻ ഇവിടെയും കുറച്ച് നിന്നിട്ട് അങ്ങോട്ട് നടന്നു ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് കുറേ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ആളുകൾ മീൻ പിടിക്കുന്നതും വല വലിക്കുന്നതൊക്കെ കാണുന്നത്. ആ വല വലിക്കാൻ വേണ്ടി കുറേ ഫോറിനേഴ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ അവിടെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇതാണ്. ഒരുപാട് പേരുണ്ട്. ബീച്ചിൽ ഓടാൻ വന്നവരും ബീച്ചിൽ കുളിക്കാൻ വന്നവരെല്ലാം അവിടെ വല വലിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ സൺബേത്ത് ചെയ്യാനും യോഗ ചെയ്യാനും വരുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ബീച്ച് യോഗ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നീന്തുന്നുണ്ട്. അതായത് കുറേ ഫോറിനേഴ്സ് നീന്തി അത്യാവശ്യം നല്ല ദൂരക്ക് പോയിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് ആകെ പേടി. വാവ്, ഇവിടുത്തെ ബീച്ച് കാണാമല്ലോ. ഈ കാണുന്ന പോലെ തന്നെ ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. ഒരു ബ്ലാക്ക് കളറായിട്ടുള്ളൊരു സാൻഡാണ് ഇവിടുത്തെ ബീച്ചിലുള്ളത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ബ്ലാക്ക് സാൻഡ് ബീച്ചിന് പേര് വന്നത്. ഞാൻ അധികം ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാനും കുറച്ചങ്ങ് മാറി നിന്ന് ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ബീച്ചിൽ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിന്നു, കയറി. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും കുറച്ച് ചെറിയൊരു ക്ലിഫ് ഫോർമേഷനൊക്കെ അവിടെയും ഉണ്ട്. പക്ഷേ ബീച്ചിൻ്റെ ഈ ഒരു ഏരിയയിൽ ക്ലിഫില്ല. എന്തുകൊണ്ടാണ് വർക്കലയിലെ ക്ലിഫുകൾ നാഷണൽ ജിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിഫുകൾ ശരിക്കും പഴയതാണ്. പഴയതെന്ന് പറയുമ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡാണ്. അതായത് സെനോസോയിക് എറ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഫോം ചെയ്ത കല്ലുകളാണ് ഇതെല്ലാം. ആൻഡ് ഇതിനെ വിളിക്കുന്നത് വർക്കലി ഫോർമേഷൻ എന്നാണ്. ഇത് കൂടാതെ ഇതിൻ്റെ ഒപ്പം വേറൊരു ഗ്രൂപ്പ് ഓഫ് കല്ലുകളുണ്ട്. അതിനെ ക്വില്ലിയൻ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അതും മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴയതാണ്. ഈ ക്വില്ലിയൻ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈം സ്റ്റോൺസ് അടിഞ്ഞുണ്ടായ കല്ലുകളും പാറക്കെട്ടുകളുമാണത്. എന്നാൽ വർക്കലി ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും ക്ലേയും ലെയർ ലെയറായിട്ട് നാച്ചുറലി അടിഞ്ഞു കൂടി ഉണ്ടായ ഒരു പാറക്കെട്ടുകളാണ്.
അതായത് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം അവിടെ ഉണ്ടായിരുന്ന മണ്ണും ക്ലേയും അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സും എല്ലാം അടിഞ്ഞുകൂടി ഉണ്ടായ കൂറ്റൻ പാറക്കെട്ടുകളാണ്. അതാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി വന്ന് ഇത്രയും ദൂരം തിരിച്ചു നടക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വല വലിച്ചുകൊണ്ടിരുന്നവർ ആ വല വലിച്ചു കഴിഞ്ഞ് മീനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു ഓൾറെഡി. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് അവിടെ തന്നെ ഉണ്ട്. അവരിപ്പോഴും റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബീച്ചിൽ ഇറങ്ങുന്നുണ്ട് കുറേ പേര്. രാവിലെ തന്നെ ഇങ്ങനെ ബീച്ച് ആക്ടിവിറ്റീസും ആ ഒരു ബീച്ച് വൈബൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആക്ച്വലി ഗോവയിൽ പോയതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് വർക്കലയാണ്. ഗോവയിലെ ബീച്ചൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. വാവ്. ഞാൻ ഈ യാത്രയിൽ പോയത് വർക്കലയിലെ 2 ബീച്ചുള്ള അവിടുത്തെ ക്ലിഫിലാണ്. എന്നാൽ വർക്കലയിൽ ഇത് മാത്രമല്ല, ബീച്ചുകൾ മാത്രമല്ല ഉള്ളത്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫോർട്ടുകളും ടണലുകളും അതേപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളും അങ്ങനത്തെ പല കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. ബീച്ചിൽ നിന്ന് വന്നതിന് ശേഷം നേരെ റൂമിൽ പോയി ഫ്രഷപ്പായി. എന്നിട്ട് ഏകദേശം ഒരു 11 മണിയോടെ ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂമും റൂമിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്താണെന്നൊന്ന് കാട്ടിത്തരാം. സോ ഇതാണ് ആ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഉൾവശം. സോ അവിടെ നിന്നൊരു 11 മണിയോടെ ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്നോ വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 12:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിന് പോകാമെന്ന് വെച്ചു. സോ ഞാൻ പയ്യെ നടന്ന് ഒരു ഓട്ടോ പിടിച്ച് പയ്യെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. പിന്നീട് അവിടെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ഒരുപാട് പേരുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതേപോലെ തന്നെ നല്ല ചൂടുമുണ്ട്. നല്ല രീതിക്ക് ഡീഹൈഡ്രേറ്റ് ആവാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരുപാട് വെള്ളം വാങ്ങിക്കുടിച്ച് ജ്യൂസ് വാങ്ങിക്കുടിച്ച് ലാസ്റ്റ് മടുത്ത്. പിന്നെ ട്രെയിൻ വന്നപ്പോൾ സമാധാനമായി, അതിൽ കയറി. പിന്നെ നീണ്ട ഒരു 3-4 മണിക്കൂറോളം യാത്രയായിരുന്നു തിരിച്ച് എറണാകുളത്തേക്ക്. ഈ ഒരു യാത്രേനെ പറ്റി പറയുമായിരുന്നെങ്കിൽ കൊള്ളാം, നല്ലതായിരുന്നു. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുന്നേ ഇങ്ങനെ ഞാൻ പോയിട്ടില്ല ഒറ്റയ്ക്ക്. ആൻഡ് വർക്കല എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ചൂട് ഒരു രക്ഷയുണ്ടായില്ല, ഒരു സുഖമില്ല. വൈകിട്ട് ഇറങ്ങിയതും രാവിലെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നത്. സോ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഹോപ്പ് വി ക്യാൻ സീ അഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ.